ഹലോ ചങ്ങായിമാരെ, ഈ തവണത്തെ ബിഗ് ബോസ് സീസൺ 6 വന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിരുന്നല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ആദ്യം തന്നെ എപ്പിസോഡ് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ചെയ്യണമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ പോലും ഇന്നത്തെ നോമിനേഷൻ കണ്ടപ്പോൾ അത് ഒന്ന് ചെയ്യണമെന്ന് കരുതി. ആദ്യം തന്നെ ബിഗ് ബോസ് നമ്മൾ കാണുമ്പോൾ നമ്മ എല്ലാവരും കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാവണം. ആ കണ്ടന്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു വഴക്ക്, തല്ല്, ഒച്ച, ബഹളം ഇതൊക്കെ കാണാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എല്ലാ മലയാളികളും കാണുന്നത്. കാരണം ഞാൻ മലയാളം ബിഗ് ബോസിലെ കാര്യങ്ങൾ വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ മലയാളം ബിഗ് ബോസ് കാണുന്നവരൊക്കെ അതിലെന്തെങ്കിലും കണ്ടന്റ് കാണാൻ വേണ്ടിയാണ് അത് കാണുന്നത് തന്നെ. അതല്ലാതെ എല്ലാവരും 4 പേര് 4 ദിശയിലിരുന്ന് വെറുതെ ചായയും കുടിച്ച് സംസാരിച്ച് പോകുന്നത് കാണാനാണ് ആരെങ്കിലും ഈ ബിഗ് ബോസ് 24 അവർ അല്ലെങ്കിൽ ഈ പറയുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ ബിഗ് ബോസ് ഇരുന്ന് കാണും. ഞാൻ കാണില്ല, നിങ്ങൾ കാണുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഇന്നത്തെ നോമിനേഷൻ കണ്ട്. ഇന്നത്തെ നോമിനേഷന് ഞാൻ പരമാവധി ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറയും. പലരും നോമിനേഷൻ ചെയ്തിരിക്കുന്നതിൽ കൂടുതലും ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ ഞങ്ങൾക്കൊരു പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വെല്ലുവിളി ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് പലരെയും ആ ബിഗ് ബോസിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന പേര് നമ്മുടെ ഷിജോനൊക്കെയാണ്. ഷിജോനൊക്കെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിന് മെയിനായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കളിക്കണം ആൾ ഞങ്ങൾക്ക് പറ്റിയൊരു എതിരാളിയായിരിക്കും, ആൾ പോയിക്കണം ഞങ്ങൾ ഓക്കെയാണ് എന്നാണ് പറഞ്ഞിട്ടാണ് പലരെയും അവർ നോമിനേഷൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ പലരെയും അത് നോമിനേഷൻ ചെയ്യാൻ പോയിട്ട് അവർ ശ്രദ്ധിക്കുന്നത് തന്നെയില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ആ ബിഗ് ബോസ് ഹൗസിലുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഗെയിം ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അവരൊരു ദിശ കൂടി പോകുന്നുണ്ട്. ബാക്കി ആൾക്കാരും അവരെ നോമിനേഷൻ ചെയ്യുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 പേരെ നോമിനേഷൻ ലിസ്റ്റ് 4-5 പേര് വന്നിട്ടുണ്ട്. ഈ റോക്കിയൊക്കെ നേരിട്ട് തന്നെ ഈ പറയുന്ന പവർ ഹൗസിലുള്ളവർ എന്ന് വെച്ചാൽ കിച്ചൺ ടീമാണ് പവർ ഹൗസിലേക്ക് പോയിരിക്കുന്നത്, അതുമായി പവർ റൂമിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന റോക്കിനെ സ്ട്രൈറ്റ് നോമിനേഷൻ ചെയ്തു. അതിന് കാരണമുണ്ട്, റോക്കി കുറച്ച് ഓവറായിട്ട് എനിക്കും തോന്നി. പിന്നെ ഈ നോമിനേഷൻ ചെയ്തതിന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, സജീവം എല്ലായ്മ. ആ വീട്ടിൽ ഒരു വിഷയത്തിലും സജീവം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിം വരുമ്പോൾ ഗെയിം കളിക്കേണ്ട, അല്ലാതെ ആരും കളിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുന്നു എന്നതിനാണ് ഈ സജീവം എല്ലായ്മ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് പറയുന്നത് ജിൻഡോനെയാണ്. ജിൻഡോന ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് അവസാനം പറയാം. ജിൻഡോനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സജീവമല്ലാതെ അല്ലെങ്കിൽ വിഷയത്തിൽ കൂടുതലായിട്ട് ഇടപെടാതെ നടക്കുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നത് ജിൻഡോനെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിലപാടില്ലായ്മ ആരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഒരാൾക്കത് ഈ നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരാളുടെ നിലപാടുള്ള, പിന്നെ ആ വീട്ടിൽ പോകുന്ന തന്നെ നിലപാട്, സ്വന്തം നിലപാട് ഗെയിം കളിക്കാൻ നോക്കണമെങ്കിൽ ഒരാൾക്കത് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനെ നിലപാടില്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നിലപാടില്ലായ്മയാണ് ആ ഗെയിമിൽ വേണ്ടത്. നമുക്ക് അപ്പം എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ആ ഗെയിം കളിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ അതിൽ വേണ്ടത്. അത് വേണമെങ്കിൽ നിലപാടില്ലായ്മയും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രതീഷ് കുമാറിനൊക്കെ അതിൽ ആഡ് ചെയ്യാം. കാരണം അയാൾക്ക് തോന്നണ പോലെ അയാൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അയാൾ പല ബിഗ് ബോസ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആൾ വന്നിരിക്കുന്നത് പല സീസണിലും ഈ മലയാളത്തിലുള്ള അല്ലെങ്കിൽ മറ്റേത് ഭാഷയിലാണെങ്കിലും പല സീസണുകളും കണ്ടിട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെയിൽ ഫെമിനിസം അതിൽ നല്ല പോലെ വർക്ക് ചെയ്യും. അതാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെയും കണ്ടിരിക്കുന്നതും. ഇതുപോലെ വിന്നറായിട്ടുള്ളവരും അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ബിഗ് ബോസിൽ ഈ ലാസ്റ്റത്തെ 5 കണ്ടസ്റ്റൻസ് വരെ എത്തിയിരിക്കുന്നവരിലൊക്കെ നോക്കിയാൽ കാണാം ഈ മെയിൽ ഫെമിനിസം കുറച്ച് കൂടുതലുള്ള ആൾക്കാർ അതിൽ നിൽക്കും. ഈ പറയുന്ന രതീഷ് കുമാർ എന്നല്ലേ, അതെ, രതീഷ് കുമാർ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകളോട് അനാവശ്യമായിട്ട് കയറി ഇടപെടാം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവരോട് ചൂടാവാം, ഇതൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ സുരേഷ് മേനോന്റെ മറ്റേ ഗെയിം. ഇന്ന് ഫസ്റ്റത്തെ ഈ ഗെയിം കൊടുത്തപ്പോൾ പോലും അയാൾ ഈ ന്യൂസ് റിപ്പോർട്ടറിനെ പോലെ നടക്കുക, അല്ലെങ്കിൽ ഒന്നാൾക്ക് പ്രായമുണ്ട്. പിന്നെ അതിലുള്ളവർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വീട് മിസ് ചെയ്യുന്നുണ്ട്, വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഷോ പറ്റുന്നല്ല, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് ഇവിടെ പോകാൻ പറ്റുമെന്നെങ്കിൽ എന്നൊക്കെ പറയേണ്ടത്. ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിന് എടുക്കുമ്പോൾ കഴിവുള്ള ഒരുപാട് പേരുടെ ചാൻസ് പോകുന്നുണ്ട്. ഇവർ പിന്നെ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ അതിൽ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നതാണ്. അതിൽ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇത് ഫസ്റ്റ് ഡേ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കുടുംബത്തെ മിസ് ചെയ്യുന്നു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് കരയാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതുപോലെയുള്ള ആൾക്കാരൊന്ന് ഈ പ്രോഗ്രാമിൽ എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഓരോരുത്തരെ എടുക്കുമ്പോൾ അതിന് അർഹതയുള്ള കുറേ പേര് പുറത്തു പോവുകയാണ്, അവരെ ചാൻസ് നഷ്ടപ്പെടുകയാണ്. അതൊക്കെ എന്നാണോ ബിഗ് ബോസ് മനസ്സിലാക്കുന്നതെന്ന് അറിയില്ല. ഇനി ചിലപ്പോൾ വല്ല കോമാളിയും വേണം എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ നോമിനേഷനിൽ പറയാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒരാളൊക്കെ ഇടുന്നെങ്കിലും ഓക്കെ. കാരണം ഈ തവണ നോമിനേഷൻ വരുമ്പോൾ 1-2 പുറത്ത് പോകണം. എൻ്റെ കണക്കൂട്ടൽ എന്തായാലും ഈ പറയുന്ന സുരേഷ് മേനോൻ എന്ത് വന്നാലും ഈ തവണത്തെ നോമിനേഷനിൽ പോകുമെന്നത് അച്ചട്ടാണ്, ഉറപ്പാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹം പോകുന്നുള്ളൂ. പക്ഷേ അതിൽ തന്നെ നമ്മുടെ ഈ പറയുന്ന ഷിജു ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗെയിമേ കാണാൻ പറ്റില്ല. കാരണം കുറച്ച് പവറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിലൊക്കെ നല്ല രീതി കയറി ഇടപെട്ട് കണ്ടന്റ് തരുന്ന വ്യക്തികളാണ് ഈ ഷിജു ആണെങ്കിലും അതേപോലെ റോക്കി ആണെങ്കിലും. പിന്നെ ജാസ്മിൻ്റെ വിഷയം പറഞ്ഞാൽ ജാസ്മിൻ കുറച്ച്
കുറച്ച് ഓവറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. പിന്നെ ജാസ്മിൻ ഈ പറയുന്ന പോലെ തന്നെ നല്ല കുട്ടി ചമയാനൊന്നും വേണ്ടിയല്ല ഈ ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത്. ആ ലേഡി എന്താണോ അത് അവർ ആ ബിഗ് ബോസ് ഹൗസിൽ കയറും, അല്ലെങ്കിൽ അത് കാണിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ വാമ്പർ എന്നൊക്കെ പറയുന്നതല്ല, കൂടെ നിൽക്കുന്നവരുടെ ചോര കുടിച്ചാണെങ്കിൽ പോലും ജീവൻ നിലനിർത്താൻ ജാസ്മിൻ എന്തായാലും നോക്കിയിരിക്കും. അതെന്തായാലും നമുക്ക് അവിടെ കാണാം. ഇപ്പം നോറയുടെ ഒരു അഭിപ്രായം പറയണ്ടേ, ഇപ്പം വാലായിട്ട് നടക്കുന്നു ചിലർ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നോറനെയാണ് ഉദ്ദേശിച്ചത്. നോറ തന്നെ വന്ന് പറയേണ്ടത് എന്നെയാണ് ഉദ്ദേശിച്ചത്, എനിക്ക് ജാസ്മിന് പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോയെന്നുള്ളൂ, അല്ലാതെ ഞാൻ ആരെയും വാലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കാണാം. ആരെങ്കിലും വാലായിട്ട് നടക്കുമോ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടമായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുമോ, ഗ്രൂപ്പ് ആകുമോ എന്നുള്ളത്. ഇപ്പം തന്നെ ഗ്രൂപ്പായി തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഷിജോ പോട്ടെ, എന്താണ് അവൻ്റെ പേര്, ഷിജോ ഒക്കെ ഇപ്പോഴേ ഗ്രൂപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴേ ഓരോരുത്തരെ തൻ്റെ ഗ്രൂപ്പിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം, ഒരു ഗ്യാങ് ആയിട്ട് ഗെയിം കളിക്കണം, ലാസ്റ്റ് വരെ നിലനിൽക്കണം എന്ന പ്ലാൻ അവിടെ എല്ലാവരും മനസ്സിലുണ്ട്. ഇല്ലെന്നൊന്നുമല്ല, ഷിജോൻ ഒക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതിൽ പരമാവധി പറയുന്ന ജാസ്മിനൊക്കെ തൻ്റെ ആ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം ജാസ്മിൻ കുറച്ച് പവർഫുള്ളാണ്, സംസാരിച്ച് നിൽക്കാൻ അറിയാം. അതേപോലെ തന്നെ പുറത്ത് വല്ലാത്തൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. പിന്നെ അതൊന്നും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഫാൻസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫാൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ഓക്കെ ആവുമെന്ന് എനിക്കറിയാം. പിന്നെ വോട്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്ത് കൂടുതൽ ഫാൻസ് ഉള്ള ആൾക്കാർക്ക് വോട്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം എന്നൊക്കെ പറയാം. പിന്നെ പറഞ്ഞേക്കാൻ നോമിനേഷൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള പ്രലോഭനം. അതാണ് ഞാൻ ഈ പറയുന്ന രതീഷ് കുമാറിൻ്റെ അല്ല ജിൻഡോൻ്റെ ഒക്കെ വിഷയം എടുത്തത്. ജിൻഡോൻ്റെ ഒരു ചായയുടെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ നോമിനേഷൻ, ഈ 6 പേര് നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷയവുമില്ലാതെ ചായ എനിക്ക് ഓക്കെ ആയില്ല, ചായ മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ സമയത്താണ് ഈ പറയുന്ന പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരു കുക്കിംഗ് ടീമിനെ തിരഞ്ഞെടുത്ത് അവരപ്പോൾ അവരുടെ അഭിപ്രായം പറയുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് ചായ ഒന്നും ഉണ്ടാക്കില്ല, രാവിലെ ഒരു ചായ എന്നൊരു കണക്കാണ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾ എടുത്തണിച്ച് പറഞ്ഞിട്ട് ചായ കൊള്ളൂലെന്ന്. ഇയാൾക്ക് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം ആദ്യം തന്നെ ചായ മോശമാണെങ്കിൽ 2ാമത്തെ തവണ ഇയാൾക്ക് ഉണ്ടാക്കി കുടിക്കാം. കാരണം എന്ന് വെച്ചാൽ അതുവരെയും ഈ കിച്ചൺ ടീമിനെ തിരഞ്ഞെടുത്തല്ല, ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ഇയാൾ അവരുണ്ടാക്കി തരണവരെ കട്ടിലും അവിടെ ഇവിടെ ചെന്നിരുന്ന് അവരുണ്ടാക്കി തരണ വലിച്ച് കുടിച്ചിട്ട് അതിന് കുറ്റം പറയാം. ഇത് സ്വന്തം വീട്ടിൽ ഭാര്യമാരെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ല. മറ്റേ സിനിമയിലൊക്കെ കാണാം, ഏതാണ് അരവിന്ദൻ്റെ അതിഥികളിൽ ഉർവശീന പുറത്ത് നിന്നിട്ട് കെട്ടിയോ വിളിക്കണ്ടല്ലേ, ചായ 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 എന്ന്. അപ്പം ഉർവശിയുടെ അടുത്ത് നിന്നിട്ട് അമ്മായിമ്മ പറയുന്ന ഡയലോഗ് ഉണ്ട്, മോനായി പോയി കെട്ടിയോനാണ് ഞങ്ങൾ എന്താണ് എടുത്ത് കിണറ്റിലിട്ടാനേന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അതേപോലെ വീട്ടിൽ ഫ്രണ്ട് സൈഡിൽ പത്രമൊക്കെ ഇരുന്നിട്ട് ചായ 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 എന്ന് പറയുമ്പോൾ നല്ല ചായ കൊണ്ടുവരണം, സ്ട്രോങ് ചായ ആയിരിക്കണം, മധുരം കുറച്ച് കടുപ്പം കൂട്ടി ലൈറ്റായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതേപോലെ ചായ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നടക്കുള്ളൂ. ഇതൊരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു വീട്ടിൽ ചെന്നിരുന്നിട്ട് അവിടെ നിന്നിട്ടാണ് പറയുന്നത് എനിക്ക് ചായ കിട്ടിയില്ല, നല്ല ചായ വേണം. എങ്ങനെയാണ് ഇയാൾ നല്ല ചായ ഉദ്ദേശിച്ച്? ഇങ്ങനെ പാലൊക്കെ മീഡിയം പാലിൽ, മീഡിയം മധുരത്തിൽ, മീഡിയം സ്ട്രോങ്ങിൽ അടിച്ച് പതപ്പിച്ചിട്ട് ഒരു ചായ വേണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അത് സ്വന്തം വീട്ടിൽ തന്നെ പോയി കുടിക്കണം. ഇനി സ്വന്തം വീട്ടിൽ പോലും ചിലപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കിട്ടുമൊന്നുമില്ല. ഭാര്യ വല്ല പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചായ വേണമെന്ന് എന്തെങ്കിലും ചായ ഉണ്ടാക്കി ഫ്രണ്ടിൽ കൊണ്ടിട്ട് കൊടുക്കും, വേണമെങ്കിൽ കുടിക്കണം മനുഷ്യ, അല്ലെങ്കിൽ കടയിൽ പോയി കുടിക്കാൻ പറയും. കാരണം കടയിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്ന പോലെ ചായ ഉണ്ടാക്കി തരും, കാരണം കാശ് കൊടുത്തിട്ടാണ് ചായ കുടിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കണം എന്താണ്, നിലവാരമില്ലായ്മ, നിലപാടില്ലായ്മ. ഈ 2 വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞല്ല, നിലവാരമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നിലപാടും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അപ്പം ഏതാണ് ശരി, ആ ശരിക്കനുസരിച്ച് ഈ ഗെയിം കളിക്കാൻ പറ്റൂ, ആ ശരിക്കനുസരിച്ച് ഇതിൽ ഗെയിം എല്ലാവരും കളിക്കുന്നുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പം എപ്പിസോഡ് സെക്കൻഡിലായിട്ടുള്ളൂ, എന്തായാലും 100 എപ്പിസോഡുള്ളത് ഉണ്ടെന്നുള്ളൂ. 100 ദിവസങ്ങളാണല്ലോ, 100 എപ്പിസോഡല്ല 100 ദിവസങ്ങൾ, 100 എപ്പിസോഡായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലർ വന്നു പോകും, ചിലർ വരും, പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ ഇടയിലൊക്കെ കോമണറായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും അറിയില്ല, അത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം കളിക്കുന്നവരിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പേര് മാത്രമേ, അല്ലെങ്കിൽ അവരുടെ പേരുകൾ മാത്രം ഈ പറയുന്ന നോമിനേഷനിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ നോമിനേഷനിൽ വന്നവർ മാത്രമാണ് ഗെയിം കളിക്കുന്നുള്ളൂ, അല്ല ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാതെ ഉള്ളവരൊക്കെ സൈലൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ. ഇപ്പം ഈ നോമിനേഷനിൽ വരാത്ത എല്ലാവരും ആ വീട്ടിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ എടുക്കാം. കാരണം നമ്മ ഒരാളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഷിജോൻ്റെ കാര്യം പറയണ്ടല്ലോ, ആൾ പവർഫുൾ ഒരു ഗെയിമറാണ്, അവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾക്ക് വിജയ സാധ്യത കുറയുമെന്ന് പലരും പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അയാളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ജാസ്മിൻ്റെ കാര്യം, ജാസ്മിനും ഒക്കെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും പവർഫുള്ളാണ്, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും, ഞങ്ങൾ ഇങ്ങനെ മത്സരിക്കും, ഞങ്ങൾ ഇങ്ങനെ ജയിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ ഇങ്ങനെയുള്ള ഗെയിമാണ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴേ രേഖപ്പെടുത്തിയിട്ട് ഞങ്ങളെ മുന്നോട്ട് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ഒന്നിനുമില്ല സൈലൻ്റ് ആയിട്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവരെ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു മെസ്സേജ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ബിഗ് ബോസ് ഈ പറയുന്ന പ്രോഗ്രാം കാണുന്നവർക്കും, അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും വോട്ട് ചെയ്യുന്നില്ല, ഈ വോട്ട് ചെയ്യുന്നവരോടൊക്കെ ഒന്നേ പറയുന്നുള്ളൂ, ഗെയിം നന്നായി കളിക്കുന്നവരെ ആ വീട്ടിൽ നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ പകരം ഒരു ഗെയിമും കളിക്കാനുള്ള സൈലൻ്റ് ആയിട്ട് വെറുതെ ഒരു വഴി കൂടി
പോകാൻ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ വരണ്ടായിരുന്നു, വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ കരുതുന്ന ആൾക്കാരൊക്കെ പുറത്താക്കാൻ നോക്കുക. കാരണം അവസാനമാകുമ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗെയിം അല്ലെങ്കിൽ ആ പ്രോഗ്രാം പക്ക ത്രില്ലായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഗെയിം ഇങ്ങനെ വലിഞ്ഞ് നീണ്ടു പോകും. കാരണം എന്ന് വെച്ചാൽ നല്ല ത്രില്ലിൽ കളിക്കുന്ന നല്ല പവർഫുള്ളായ ഗെയിമേഴ്സൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നൊക്കെ നമ്മുടെ പണ്ടത്തെ അവാർഡ് സീരിയൽ പോലെ ഒരാൾ ആ മൂലയിൽ നിന്ന് കുഴമ്പിടുക, ഒരാൾ ഈ മൂലയിൽ നിന്ന് മുറുക്കാനിടിക്കുക, മറ്റൊരാൾ അപ്പുറത്തെ മൂലയിൽ നിന്നിട്ട് കട്ടൻ ചായ പിടിക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വയ്ക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ അല്ല കുടുംബത്തിലെ മക്കളെ അവരിവരൊക്കെ ചിന്തിച്ചിട്ട് വല്ല ചാരുകസാരയില തൊട്ടിക്കൂഞ്ഞാലയില ഒക്കെ ഇരുന്ന് ആടാ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണേണ്ടി വരും. മനസ്സിലായില്ലേ? ഗെയിം കളിക്കുന്നവരായിരിക്കണം, നല്ല പവർഫുള്ളായ ഗെയിം കളിക്കുന്നവർ ലാസ്റ്റ് കിട്ടണം. ലാസ്റ്റത്തെ എപ്പിസോഡിലൊക്കെ അവറ്റങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവൽ ഗെയിം ആയിരിക്കുള്ളൂ. അപ്പോൾ പരമാവധി വോട്ട് ചെയ്യുന്നവരും ഒക്കെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ ആരൊക്കെ ഗെയിം കളിക്കുന്നുണ്ടോ, നല്ല കണ്ടന്റുകൾ ആരൊക്കെ തരുന്നോ അവരെ നിലനിർത്താൻ നോക്കുക. എല്ലാ നാറികളെയും അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റന്റുകളെയും ചവിട്ട് പുറത്താക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രം പറയുള്ളൂ. ഫസ്റ്റത്തെ അങ്ങനെ നോമിനേഷൻ പട്ടിക പുറത്ത് വന്നിരിക്കുന്നു. നോമിനേഷന് ഒരുപാട് പേര് വന്നിരിക്കുന്നു. ബൈ.